ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? കുറേ നാളായി കണ്ടിട്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയപ്പോൾ ഫസ്റ്റ് തന്നെ അതാ അവിടെ ഒരു കളർ കോയിനെ കണ്ടു. നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കയറിയപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് അതൊരു കളർ കോഴികൾ ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ പോയി നോക്കി, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതെന്തായാലും വാങ്ങണമെന്നുള്ളതായി. കാരണം വെച്ചാൽ കളർ കോഴികൾ കാണാൻ തന്നെ ഒരു ക്യൂട്ടാണല്ലോ. അതിൻ്റെ കൂടെ പിന്നെ എന്താ പറയുക, ആയിഷു അസിൽ വരെ പറയുന്നുണ്ടായിരുന്നു വാങ്ങ്. അങ്ങനെ വാങ്ങിയപ്പോൾ പിന്നെ എന്താ പറയുക, സഞ്ചിയിലാണ് അവർ ആക്കി തന്നത്. അപ്പോൾ ആയിഷു പിടിച്ചിട്ട് ഞാൻ പിടിച്ചോളൂ എന്നും പറഞ്ഞിട്ട് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെയാണ് വാങ്ങിയത്. അപ്പോൾ അതിൽ അനങ്ങാണ്ട് ഇരുന്നിട്ടുണ്ട് കുട്ടികൾ. പിന്നെ വാങ്ങിയതിൻ്റെ ഭയങ്കര സന്തോഷമായി. അതിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ വേറെ എന്താ വെച്ചാൽ കളർ കോഴികൾക്ക് 10 രൂപ, ഒന്നിന് 10 രൂപ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ നേരെ ഇവളെ ആയിഷുവിൻ്റെ മുടിയൊന്ന് വെട്ടാനുണ്ടായിരുന്നു. പിന്നെ അസിലിൻ്റെ മുടിയൊന്ന് മുറിക്കാനുണ്ടായിരുന്നു. രണ്ടാളെ ഒന്ന് ലെവലാക്കി, മുടിയൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് മുറിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആയിഷുവിൻ്റെ കുറേ നാളായി മുറിക്കണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യമായിട്ട് ആയിഷുവിൻ്റെത് മുടി ഒരു വട്ടം ആകെ നമ്മളെന്താ പറയുക, കടയിൽ പോയിട്ട് മുറിച്ചിട്ടുള്ളൂ, ഷോപ്പിൽ പോയിട്ട് മുറിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് 2ാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര പേടിച്ചിട്ട് മുഖമൊക്കെ ഒരു മാതിരി ആക്കിയിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ, ചിരി വരുന്നേ ഇല്ല. മുഖമൊക്കെ ഭയങ്കര ഇങ്ങനെ എന്താ പറയുക, ദേഷ്യം പിടിച്ച പോലെയുള്ള ഒരു മുഖമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവർ മുറിക്കുന്നുണ്ട്. നമ്മൾ ബ്യൂട്ടി പാർലറിലാണ് പോയത്. അപ്പോൾ ചേച്ചി ഇങ്ങനെ കട്ട് ചെയ്ത് ആദ്യം യു കട്ട് ചെയ്ത്, പിന്നെ അതിന് ശേഷം മുന്നിലായിട്ട് ഇങ്ങനെ എന്താ പറയുക മുറിക്കുകയാണ്. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, കുറച്ച് മുടിയൊക്കെ നല്ല ക്ലിയറായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. മുടിയൊക്കെ സ്കൂൾ തുറക്കാനായല്ലോ, അപ്പോൾ സ്കൂളിലൊക്കെ ചേർത്തണം. അപ്പോൾ ആയിഷുവിനെ സ്കൂളിൽ ചേർത്താനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മളെ മുടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് മുറിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ കുറേ വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് ക്ലിയറാക്കാണ്ട്. അപ്പോൾ അതൊക്കെ ശരിയാക്കും. പിന്നെ ഇങ്ങനെ യു കട്ട് അടിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം മുന്നിൽ ഇങ്ങനെ മുറിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വെച്ച് മുറിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ദിവസമായി ശരിക്കൊന്ന് വ്ളോഗൊക്കെ ഇട്ടിട്ട്. പിന്നെ ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ ഇടുന്നതായിരിക്കും, കുറച്ചായിട്ട് ഇടുന്നതായിരിക്കും. അതിനുശേഷം ആ ചേച്ചി തന്നെ എന്താ പറയുക, മുടി മുറിച്ചതിന് ശേഷം ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് മുടി കെട്ടിത്തരികയാണ്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വേണം, എന്താ പറയുക, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇത് ഞാൻ നോമ്പിൻ്റെ സമയത്ത് നോമ്പ് കഴിയാൻ നോക്കുമ്പോഴാണ് ഈ ഒരു മുടി മുറിക്കാൻ പോയത്. അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസമായി, നോമ്പ് കഴിഞ്ഞിട്ടും കുറേ ആയല്ലോ. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഈ മുടി മുറിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് വേണം, ഒരു നോമ്പ് തുറയുണ്ട്, അതിന് പോകണം. ഇപ്പായി ശരിയല്ലേ? അപ്പോൾ വരുമ്പോൾ നമ്മൾ സ്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പുതിയ സ്ലേറ്റ്. അതിൽ ആയിഷു ഇങ്ങനെ അക്ഷരങ്ങളൊക്കെ എഴുതി നോക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബായ്.